ഗിരിയേട്ടനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തൂന്ന് നുണ പറഞ്ഞ ഇവളുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത ഗിരിയേട്ടൻ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും. അങ്ങനെ തോറ്റുകൊടുക്കാനല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇവളെ ഒതുക്കാൻ വേറെന്തെങ്കിലും വഴി കാണണം. നീ ഇങ്ങനെ ചമ്മി നിൽക്കുന്നത് കാണാനേ നീ തന്നെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിനക്ക് ഗിരിയേട്ടന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും സ്വന്തം വില കളഞ്ഞ് അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നതൊന്ന് നിർത്തിക്കൂടെ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ മാറ്റാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട മഞ്ജു. ഞാൻ മനസ്സ് വെച്ചാ ഇവിടെ പലതും നടക്കും. നിന്നെ ഗിരിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റി കാണിക്കട്ടെ. മഞ്ജു, മഞ്ജു, വിട്, വിട്, ആ, വിട് മഞ്ജു, ആ, മഞ്ജു, അയ്യോ, ആ, മഞ്ജു, വിട്, മഞ്ജു. ഗിരിയേട്ടനിൽ നിന്നും നീ അകലം പാലിക്കുന്നതാ നിനക്ക് നല്ലത്. ഇന്ന് തന്നെ ഗിരിയേട്ടന് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തോ പറഞ്ഞ് ഗിരിയേട്ടനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്താണെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. ഞാൻ പറഞ്ഞിട്ട് നീ എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന നീ പ്രതീക്ഷിക്കണ്ട. നീ വലിയ പോലീസല്ലേ, സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ചോ. അല്ലെങ്കിൽ പിന്നെ ഗിരിയേട്ടനോട് ചോദിക്ക്. നീ അതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗിരിയേട്ടനെ വിശ്വാസമില്ലാതെ ഞാൻ ഇവിടെ ഒളിച്ചിരുന്ന് നടന്നതെല്ലാം കണ്ടുവെന്ന് ഞാൻ തന്നെ അദ്ദേഹത്തെ അറിയിക്കണോ അല്ലേ? എന്നാ കേട്ടോ, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിന്നെ കൊണ്ടുള്ള ശല്യം അടുത്ത ആഴ്ച കഴിയും. പക്ഷേ ഞാനും ഗിരിയേട്ടനും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടവരാ. ഇവിടെ നടന്നതൊക്കെ കാണാൻ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഗിരിയേട്ടൻ ഒരിക്കലും അറിയരുത്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നീ ഇനി എന്തെങ്കിലും പറഞ്ഞ് ഗിരിയേട്ടനെ ഭീഷണിപ്പെടുത്തിയ നിന്നെ ഞാൻ വെറുതെ വിടൂന്ന് കരുതരുത്. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. ഞാൻ എപ്പോഴും ശാന്തമായിട്ട് പ്രതികരിക്കുമെന്ന് കരുതിയാണ് നീ ഈ ആത്മവിശ്വാസം കാണിക്കുന്നതെങ്കിൽ അത് വേണ്ട. ഇപ്പൊ നിന്റെ കഴുത്തിൽ ഞാൻ ഇട്ട പിടുത്തം 10 സെക്കൻഡും കൂടി നീട്ടിയിരുന്നെങ്കിൽ നീ തീർന്നേനെ. എന്റെ കുടുംബജീവിതം നീ തകർക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ കൊന്നോളയും. പിന്നെ എന്നെ കൊന്നിട്ട് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊണ്ട് നീ ജയിലിലേക്ക് പോവോ? മാധവൻ സാറിന്റെ 2 മക്കളും ജയിലിൽ കയറിയുന്ന ചീത്തപ്പേര് നീ നിന്റെ അച്ഛന് വരുത്തി വെക്കോ? എനിക്ക് തോന്നുന്നില്ല. അതിനാരാ ജയിലിൽ പോകാൻ പോകുന്നത്? നിന്നെ കൊന്നത് പീതാംബരനെ കൊന്ന ആള് തന്നെയാണെന്ന് ഞാൻ വരുത്തി തീർന്നു. അതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും അത് വിശ്വസിക്കാനാ സാധ്യത. പോലീസുകാരെല്ലാം എന്റെ കൂട്ടുകാരായതുകൊണ്ട് എനിക്ക് അന്വേഷണം വഴിതെറ്റിച്ചു വിടാൻ എളുപ്പമായിരിക്കും. നിന്നെ കൊന്നത് ഞാനാണെന്ന് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല. നീ അത്ര വലിയൊരു തെറ്റ് ചെയ്യോ? എന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന നീയാണോ ശരിയും തെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ പണ്ടത്തെ മഞ്ജു അല്ലെന്ന് നിനക്ക് കുറച്ചൊക്കെ അറിയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയ സ്വപ്നയോട് ചോദിച്ചു നോക്ക്. മര്യാദയ്ക്ക് അടുത്ത ആഴ്ച കാനഡയിലേക്ക് പോയിക്കോ. ഇനി നിനക്ക് ഞാനൊരു താക്കീത് തരില്ല.